നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്ര വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 1 ചൊവ്വ. ആശാസമരം 50-ാം നാൾ മുടിമുറിച്ച് പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ വൈകാരിക രംഗങ്ങൾ. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 10-നാണ് കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. ഉത്സവം കണ്ടു മടങ്ങുന്നവരുടെ ഇടയിലേക്ക് റിക്കവറി വാൻ പാഞ്ഞുകയറി അമ്മയും മകളും മരിച്ച അപകടത്തിൽ ഡ്രൈവർ ടോണി മദ്യപിച്ചിരുന്നതായി പോലീസ്. CPM പാർട്ടി കോൺഗ്രസ് നാളെ മുതൽ. 1021 തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യമുക്തം. മാലിന്യക്കൂനകളില്ലാത്ത സംസ്ഥാനമെന്ന ലക്ഷ്യം കേരളം നേടുമെന്ന് മന്ത്രി MB രാജേഷ്. 10 ദിവസം നീളുന്ന പൈങ്കുനി ഉത്സവത്തിന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നാളെ കൊടിയേറും. വൈദ്യുതി ഉപയോഗം. പല വീടുകളിലും ഒന്നിലേറെ AC വന്നതും വൈദ്യുത വാഹനങ്ങളുടെ ചാർജിങ്ങും മൂലം സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ രാത്രി പീക്ക് ഉപഭോഗം 5100 മെഗാവാട്ടിലെത്തി. മെയ് ആവുമ്പോഴേക്കും 6000 മെഗാവാട്ട് വരെ ഉയരും. വേനൽ മഴ. ഏപ്രിലിലെ മഴ കേരളം, കർണാടക എന്നിവിടങ്ങളിലെ ചില സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 3 കോടി രൂപയുടെ ലഹരിമരുന്നുമായി കാസർഗോഡ് സ്വദേശി മുംബൈ വിമാനത്താവളത്തിൽ അറസ്റ്റിലായി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി 117 പേരെ അറസ്റ്റ് ചെയ്തു. 3.5 കിലോഗ്രാം കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. സ്വർണവില ആദ്യമായി പവന് 67,000 രൂപ കടന്നു. 2025-26 സാമ്പത്തിക വർഷത്തിന് ഇന്ന് തുടക്കമാകുമ്പോൾ ലോകമാകെ ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്ക്. ജപ്പാനെ പിന്തള്ളി ഇന്ത്യ ഈ വർഷം 4ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് അനുമാനം. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തിന്റെ വളർച്ച 105%. നഗരങ്ങളിൽ നികുതി വലയിൽപ്പെടാതെ ഒളിവിലായിരുന്ന 1 ലക്ഷത്തിലധികം കെട്ടിടങ്ങൾ ഡിജിറ്റലായും നേരിട്ടും തദ്ദേശ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കുടുങ്ങി. വസ്തുനികുതിയും പിഴയും ഉൾപ്പെടെ ഇവയുടെ കുടിശ്ശിക 393.92 കോടി രൂപയാണെന്ന് കണ്ടെത്തി. 108.92 കോടി രൂപ പിടിച്ചെടുത്തു. 93 നഗരസഭകൾക്ക് 41.48 കോടി രൂപ നികുതി പിരിവിൽ അധിക വരുമാനമായി ലഭിക്കും. കേരളം, ഗുജറാത്ത്, നിക്കോബാർ തീരങ്ങളിൽ കടലിൽ ഖനനം നടത്താനുള്ള ടെൻഡർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ജമ്മു കശ്മീരിലെ കഡ്വ ജില്ലയിൽ സന്യാൾ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ പിടികൂടാൻ പോലീസ് നായ്ക്കളുടെയും ഡ്രോണുകളുടെയും സഹായത്തോടെ സുരക്ഷാ സേന തിരച്ചിൽ ശക്തമാക്കി. 3 ഭീകരർ ഒളിച്ചിരിക്കുന്നതിന്റെ സൂചനകൾ ലഭിച്ചു. പാകിസ്ഥാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം നുഴഞ്ഞുകയറിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണിവരെന്ന് സംശയിക്കുന്നു. മ്യാൻമാറിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2065ആയി. 3900 പേർക്ക് പരിക്കേറ്റതായും 270 പേരെ കാണാതായതായും ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ അറിയിച്ചു. ലഹരി കിട്ടാത്തതിനാൽ വയലന്റ് ആകുന്ന യുവാക്കളെ ചികിത്സിക്കുന്ന ഡി അഡിക്ഷൻ സെന്ററുകൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലും അടിയന്തരമായി തുടങ്ങണമെന്ന് സർക്കാരിലേക്ക് പോലീസിന്റെ ശുപാർശ. മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ, പിങ്ക് കാർഡുകളിലെ ഇനിയും മസ്റ്ററിംഗ് നടത്താത്ത 5.12 ലക്ഷം പേർക്ക് റേഷൻ നഷ്ടമായേക്കും. ഇന്നു മുതൽ ഈ മാസം 30 വരെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും വാർഷിക വസ്തുനികുതി മുൻകൂറായി അടയ്ക്കുന്നവർക്ക് തുകയിൽ 5% ഇളവ് ലഭിക്കും. സംസ്ഥാനത്തെ ഉപേക്ഷിക്കപ്പെട്ട 286 ക്വാറികളിലെ ജലം ചെലവ് കുറഞ്ഞ മാർഗങ്ങളിലൂടെ കൃഷിക്ക് വിനിയോഗിക്കാൻ ഹരിത കേരള മിഷൻ ഹരിത തീർത്ഥം പദ്ധതി നടപ്പാക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്കായി സർക്കാർ ചെലവിട്ടത് 24,805 കോടി രൂപ. ചെലവാക്കാൻ ലക്ഷ്യമിട്ടതിൻ്റെ 63.79% മാത്രമാണിത്. എന്നാൽ തൊട്ടു മുൻ വർഷത്തെ പദ്ധതികളിൽ കൊടുത്തു തീർക്കാനുള്ള ബില്ലുകൾക്ക് നൽകിയ പണം കൂടി ഉൾപ്പെടുത്തിയാൽ ആകെ പദ്ധതി ചെലവ് ഇതിൻ്റെ ഇരട്ടിയോളം എത്തിയേക്കുമെന്നാണ് ധനവകുപ്പിന്റെ കണക്ക്. ദൈനംദിന ചെലവുകളും കൂടി നികുതി വരുമാനത്തിൽ കഴിഞ്ഞ വർഷം തൊട്ടു മുൻ വർഷത്തേക്കാൾ മുന്നേറിയെന്നാണ് ധനവകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പിൽ 362 കോടി രൂപ തിരിച്ചുപിടിക്കുന്ന നടപടികൾക്ക് തുടക്കമായി. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും എത്ര രൂപ വീതം തിരിച്ചടയ്ക്കണമെന്ന പട്ടിക സഹകരണ വകുപ്പ് തയ്യാറാക്കി. രാജ്യത്താകെ 157 നഴ്സിംഗ് കോളേജുകൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചപ്പോൾ കേരളത്തിന് ഒന്നും ലഭിച്ചില്ലെന്നും എയിംസിലും കേരളത്തെ അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.
ശാസ്തമംഗലം ശ്രീരാമകൃഷ്ണാശ്രമം ആശുപത്രിയുടെ ഭാഗമായ ശ്രീ ശാരദ നഴ്സിംഗ് കോളേജിന്റെ നെട്ടയത്തെ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ ബാങ്ക് ജപ്തി ചെയ്ത വീടിന് പിന്നിൽ വീട്ടുടമയുടെ മകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് MDMA വിതരണം ചെയ്യുന്നവരിൽ പ്രധാനിയായ വിദേശിയെ ഇരവിപുരം പോലീസ് ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തു. കായികം. IPL കൊൽക്കത്തയ്ക്കെതിരെ മുംബൈക്ക് 8 വിക്കറ്റ് ജയം. അശ്വിനി കുമാറിന് 4 വിക്കറ്റ്, വിഘ്നേഷ് പുത്തൂരിന് 1 വിക്കറ്റും നേടി. ഇതോടെ ഇന്നത്തെ ദിനപത്ര വായന സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.